ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ PK ശാരംഗമാണിയുടെ ഒരു ആത്മകഥയുണ്ട്. ശാരംഗമാണി എന്ന് പറഞ്ഞാൽ പേര് കൊണ്ടൊരു പക്ഷേ എല്ലാവരും തിരിച്ചറിഞ്ഞു കൊള്ളണമെന്നില്ല. എന്നാൽ ഒരു കാലത്ത് മലയാള ചലച്ചിത്രവേദിയെ പുളകം കൊള്ളിച്ച വടക്കൻ പാട്ട് സിനിമകളുണ്ട്. അതൊരു പക്ഷേ ഒരു നിശ്ചിത പ്രായത്തിന് മുകളിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും. പുതിയ തലമുറയ്ക്ക് അത്ര അറിഞ്ഞു കൊള്ളണമെന്നില്ല. ഉണ്ണിയാർച്ചയും തുമ്പോലാർച്ചയും പാലാട്ട് കുഞ്ഞിക്കണ്ണനും കടത്തനാടൻ അമ്പാടി വരെ 32 വടക്കൻ പാട്ട് സിനിമകളുടെ തിരക്കഥ എഴുതിയ ആളുടെ പേരാണ് ശാരംഗപാണി. ഒന്നുകൂടി കൃത്യമായി മനസ്സിലാകണമെങ്കിൽ ഇന്നും നമ്മുടെ വേദികളിൽ കടലിരമ്പമായി മുഴങ്ങുന്ന ആവേശത്തിന്റെ സാന്നിധ്യം വിപ്ലവ ഗായിക PK മേദിനി റെഡ് സല്യൂട്ട് എന്ന് ആരംഭിക്കുന്ന അനശ്വര വിപ്ലവഗാനത്തിന് മാസ്മരിക ശബ്ദം നൽകിയ അനുഗ്രഹീതയായ ഗായിക. ആ PK മേദിനിയുടെ സഹോദരനാണ് PK ശാരംഗപാണി. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പരാമർശിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒരു വാചകം ഇങ്ങനെയാണ്: 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചതിനു ശേഷം എനിക്ക് പഠനം തുടരാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നു, അക്കാലത്ത് 5ാം ക്ലാസ്സിലേക്ക് ജയിച്ചു കഴിഞ്ഞാൽ മാസം 2 രൂപ വീതം ഫീസ് കൊടുക്കണമായിരുന്നു. മാസം 2 രൂപ ഫീസ് കൊടുക്കാനുള്ള ശേഷി അന്ന് ചുരുക്കം കുടുംബങ്ങൾക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പഠനം തുടരാൻ കഴിഞ്ഞില്ല. അന്നത്തെ 2 രൂപയാണ്. അത് ഇന്നത്തെ എത്ര ആയിരം രൂപയായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പ്രയാസമാണ്. അപ്പോ 5ാം ക്ലാസ് മുതൽ പ്രതിമാസ ഫീസ് വേണമായിരുന്നു ഈ കേരളത്തിൽ. മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ആ ഫീസ് അടയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ടോ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾ 4ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കുമായിരുന്നുള്ളൂ ഈ കേരളത്തിൽ. അതിന്റെ ഒരു ഇരയാണ് ശാരംഗപാണി. നമ്മളൊന്ന് ആലോചിക്കണം. 4 വരെ പഠിച്ച ശാരംഗപാണി